Hello friends, 21 days manifestation practice day 3 gratitude. കൃതജ്ഞത കൊണ്ട് മനോഹരമാക്കുന്ന ജീവിതം. നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങളെ വിലമതിക്കുന്നതാണ് എല്ലാ സമൃദ്ധിയുടെയും അടിസ്ഥാനം. എക്കാർട്ട് ടോൾ പറഞ്ഞ വാക്കുകളാണിവ. എൻ്റെ പ്രിയ സുഹൃത്തെ, എനിക്കറിയാം നിങ്ങളിപ്പോൾ നിങ്ങളോട് തന്നെ അഗാധമായ പ്രണയത്തിലാണെന്ന്. 2-ാം ദിവസത്തെ സെൽഫ് ലവ് ടെക്നിക്കുകളിലൂടെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ മനോഹരമായൊരു ചിത്രം വിരിഞ്ഞു കഴിഞ്ഞു, ശരിയല്ലേ? 1-ാം ദിവസം നാം പ്രാക്ടീസ് ചെയ്ത ഫോർഗീവ്നെസ് തെറാപ്പിയും ഇന്നലെ പ്രാക്ടീസ് ചെയ്ത മിറർ ടെക്നിക്കും തുടർന്നുള്ള ദിവസങ്ങളിലും മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് 3-ാം ദിവസത്തിലേക്ക് കടക്കാം. ഗ്രാറ്റിറ്റ്യൂഡ്. എന്തിനാണ് ഈ നന്ദി പറയുന്നത്? 21 ദിവസത്തെ നമ്മുടെ ഈ യാത്രയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളിലൊന്നാണിത്. ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ വേഗത്തിൽ നടക്കാം നാം പ്രാക്ടീസ് ചെയ്തിരിക്കേണ്ട 3-ാമത്തെ മെത്തേഡാണ് ഇനി നാം പഠിക്കുന്നത്. അതിനു മുമ്പായി ഒരു ചെറിയ വ്യായാമം പറയാം. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ചിന്തകൾ ഒന്ന് വിശകലനം ചെയ്യുക. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഇതുവരെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചു? ഇതിൽ പോസിറ്റീവായ എത്ര ചിന്തകളുണ്ടായിരുന്നു? നെഗറ്റീവായ എത്ര ചിന്തകളുണ്ടായിരുന്നു? ഒരു ദിവസത്തിന് പകരം 1 മണിക്കൂർ എടുക്കുക. ഒറ്റ മണിക്കൂർ സമയം കൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന നെഗറ്റീവ് ചിന്തകളുടെ എണ്ണം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും. ഇത് നിങ്ങളുടെ തെറ്റല്ല. ഏതൊരു വ്യക്തിയുടെയും ഒരു ദിവസം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണ്ട എന്നാണ് നാം കൂടുതലായി ചിന്തിക്കുക. ചിന്ത മാത്രമല്ല, നമ്മുടെ സംസാരവും അങ്ങനെ തന്നെയാണ്. എനിക്ക് ആരോഗ്യമില്ല, രോഗങ്ങളാണ്, നല്ല ജോലിയില്ല, സമ്പാദിക്കാൻ കഴിഞ്ഞില്ല, ബന്ധങ്ങൾ മോശമായി, ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല തുടങ്ങി നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ചാണ്, നമുക്ക് നേടാൻ കഴിയാത്തതിനെക്കുറിച്ച് ഒക്കെ നാം ചിന്തിക്കുന്നതും മറ്റുള്ളവരോട് സംസാരിക്കുന്നതും. ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അനുഭവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കുന്നത്, ജീവിതത്തിൽ അർത്ഥം നിറയ്ക്കുന്നത് എന്ന് നോക്കാം. പ്രപഞ്ചവുമായി നമ്മെ കൂടുതലായി കണക്റ്റ് ചെയ്യുന്നത് ഈ ഗ്രാറ്റിറ്റ്യൂഡാണ്. ഓക്കെ, ജീവിതത്തിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും നിറയുമ്പോൾ നാം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ വലിയ അനുഗ്രഹങ്ങൾ. നമ്മിൽ എത്ര പേർ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരാണ്? നന്ദിയുടേതായ ഒരു മനോഭാവം ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. പകരം നാം കാണുന്നത് എന്താണ്? പ്രശ്നങ്ങൾ മാത്രം. ഈ പ്രശ്നങ്ങൾ ഒരു കാർമേഘം പോലെ നമ്മുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഈ കാർമേഘത്തെ എന്നേക്കുമായി മാറ്റാനുള്ള മാർഗമാണ് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെ ജീവിക്കുക എന്നുള്ളത്. ലളിതമായി പറഞ്ഞാൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാറ്റിനെയും വിലമതിക്കുകയും അവയെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്നതൊരു ഇമോഷണൽ മസിലാണ്. മസിലിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ. വ്യായാമം ചെയ്യുന്തോറും അത് കൂടുതൽ ശക്തിയുള്ളതായി മാറും. അതുപോലെ ഈ ഇമോഷണൽ മസിലും നിരന്തരമായ ഉപയോഗം കൊണ്ട് കൂടുതൽ ശക്തിയുള്ളതാവും. നാം നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ തലച്ചോർ ഡോപ്പമിനും സെറാട്ടോണിനും പുറപ്പെടുവിക്കും. ഈ 2 പ്രധാന ന്യൂറോ ട്രാൻസ്മിറ്റുകളാണ് നമുക്ക് സന്തോഷം തരുന്നതിൽ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്ദിയുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കും. സദ്ഗുരു എഴുതിയ കർമ്മ എ യോഗീസ് ഗൈഡ് ടു ക്രാഫ്റ്റിംഗ് യുവർ ഡെസ്റ്റിനി എന്ന പുസ്തകത്തിൽ ഗ്രാറ്റിറ്റ്യൂഡിനെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. 1. നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ വിലമതിക്കുക. പൊതുവെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ കാര്യങ്ങളെ മാത്രമേ നാം വിലമതിക്കാറുള്ളൂ, അല്ലേ? ഇനി അത് പോരാ, ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ പോലും നമ്മൾ വിലമതിക്കുകയും അതിനേക്കാൾ നന്ദി പറയുകയും അതിനെ ഓർത്തുകൊണ്ട് എപ്പോഴും നന്ദി പറയുന്ന ശീലം നമ്മൾ വളർത്തിയെടുക്കുകയും ചെയ്യണം. ഉദാഹരണത്തിന്, ഇന്നത്തെ നല്ല കാലാവസ്ഥയ്ക്ക് നന്ദിയുള്ളവരായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം സമയത്ത് തന്നെ ഡെലിവറി ബോയ് എത്തിച്ചു, അതിന് നന്ദി പറയാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നന്ദി പറയുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നന്ദി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. 2-ാമത്തെ ഒരു കാര്യം, പരാതികൾ ഇനി വേണ്ട. എന്തിനേതിനും പരാതി പറയുന്ന ഒരു ശീലമുണ്ട്. അത് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും നമുക്ക് കാണാൻ സാധിക്കും. പരാതികൾക്ക് പകരം നമ്മുടെ മനസ്സ് നന്ദി കൊണ്ട് നിറയട്ടെ. ഇതുവരെ പരിഹാരം ലഭിക്കാതിരുന്ന പല പ്രശ്നങ്ങൾക്കും അപ്പോൾ പരിഹാരം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളെപ്പോഴും വെറുതെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റോഡിനെ കുറിച്ച് പരാതി പറയും, ഗവൺമെൻറ്റിനെ കുറിച്ച് പരാതി പറയും, ഹോസ്പിറ്റലിനെ കുറിച്ച് പരാതി പറയും.
ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പരാതി പറയുമ്പോൾ പരാതി പറയാനുള്ള അവസരങ്ങളാണ് വരുന്നത്. പകരം അത് നിർത്തി നോക്കൂ, അപ്പോൾ പ്രശ്നപരിഹാരത്തിനുള്ള അവസരവും വരും. 3, വെല്ലുവിളികൾക്കും നന്ദിയുള്ളവരായിരിക്കാം. അപ്പോൾ ജീവിതത്തിൽ പോസിറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല നാം നന്ദിയുള്ളവരായിരിക്കേണ്ടത്. നാം നെഗറ്റീവ് എന്ന് കരുതുന്ന ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങൾക്കും ഇന്നു മുതൽ നന്ദി പറഞ്ഞു തുടങ്ങണം. അടുത്തത്, സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാം. നിങ്ങളുടേതായ സൗഭാഗ്യങ്ങളില്ലാത്തവരെ സഹായിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും ഇതുവഴിയൊരുക്കും. മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതുമായിരിക്കും. അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങളുമായും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്നത് നമ്മുടെ ഉള്ളിലെ നന്ദിയുടെ വികാരം ഉണർത്തും. സ്നേഹിക്കാൻ ഇത്രയും പേർ കൂടെയുണ്ടല്ലോ എന്ന ചിന്ത നമുക്ക് തരുന്ന സന്തോഷം ചെറുതായിരിക്കില്ല. അത് ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അനുഭവപ്പെടാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നാം ശ്രദ്ധ കൊടുക്കുന്നത് നമുക്കില്ലാത്ത കാര്യങ്ങളിലായിരിക്കും. അതുകൊണ്ട് നാം ഏറ്റവും കൂടുതൽ ഊർജ്ജം ചെലവഴിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. ഇതുവഴി നമുക്ക് കിട്ടുന്നത് നഷ്ടബോധമാണ്. അതുകൊണ്ട് നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഊർജ്ജം കളയാതിരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇത് വളരെ ലളിതമാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്തെടുത്ത് നന്ദി പറയുകയാണ് ഇതിൽ ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ അതേ വൈബ്രേഷനിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതായത് നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും. ഇതിനായി ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന 10 കാര്യങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഇതിൽ ചെറുതോ വലുതോ അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് നന്ദിയോടെ ഓർക്കാൻ കഴിയുന്ന ഏത് കാര്യവും ഇതിൽ ഉൾക്കൊള്ളിക്കാം.